കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ട്, ഡ്രീംസ് പെർസ്യൂ ചെയ്യാനുണ്ട്. ബട്ട് ലൈഫ് ഫുള്ള് സ്റ്റക്കായ പോലെ തോന്നും. ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള ആ മോട്ടിവേഷൻ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അത് റീചാർജ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പാഷനെ റീഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. Hello friends, it's me your brother and welcome back to another great episode. So, മോട്ടിവേഷൻ നമ്മളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനും ഒക്കെയുള്ള ഒരു ഫ്യൂവലാണ് അല്ലേ. പക്ഷേ ചില സമയത്തുണ്ടല്ലോ, ഈ മോട്ടിവേഷൻ്റെ ഒരു പൊടി പോലും കാണാനേ ഉണ്ടാവില്ല. നമുക്കൊന്നും ചെയ്യാനേ തോന്നില്ല. അപ്പോൾ ചിലപ്പോൾ വെറുതെ കുറേ നേരം ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വല്ല സിനിമയോ സീരീസൊക്കെ എടുത്ത് കാണും, അല്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ട് കിടക്കും. ഇങ്ങനെ മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്നത് ഭയങ്കര ഫ്രസ്ട്രേഷനാണ് അല്ലേ. അതായത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന്, പക്ഷേ തല അങ്ങോട്ട് ഒന്നിനും പൊന്തുന്നില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. ബട്ട് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ, നിങ്ങൾ ഓരോ ദിവസവും ഒരു പേർപ്പസോട് കൂടി എഴുന്നേൽക്കുന്നു, എക്സൈറ്റഡ് ആയിട്ട് എഴുന്നേൽക്കുന്നു. നിങ്ങളൊന്നും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നില്ല, മടി പിടിച്ചിരിക്കുന്നില്ല. പകരം കോൺഫിഡൻ്റ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നടന്ന തന്നെ എന്നൊക്കെ തോന്നാം. ബട്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കും. സോ ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ മോട്ടിവേഷൻ കിട്ടാത്തത് ആൻഡ് അത് ഓവർകം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊന്നിനും ഒരു മോട്ടിവേഷൻ ഇല്ലാത്തത്, അതിൻ്റെ കുറച്ച് കാരണങ്ങൾ നോക്കാം. ഇതിനൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് വളരെ ക്രൂഷ്യലാണ്. സോ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് വേൾഡിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരും. കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാവും. ജോലി, ഫാമിലി, പേഴ്സണൽ പ്രൊജക്ട്സ്, സോഷ്യൽ ഒബ്ലിഗേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേൽക്കുമേലെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹസിൽ ചെയ്തുകൊണ്ടിരുന്നാൽ, ആവശ്യത്തിന് റെസ്റ്റ് കിട്ടാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മളെ ഫിസിക്കലി ആൻഡ് ഇമോഷണലി എക്സ്ഹോസ്റ്റഡ് ആക്കും. അതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബേൺഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും ഒരു എനർജി ഉണ്ടാവില്ല, മോട്ടിവേഷൻ ഉണ്ടാവില്ല, ആൻഡ് ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് തോന്നും. മറ്റൊരു കാരണമാണ് ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇല്ല എന്നത്. എവിടേക്ക് പോകണം എന്നറിയാതെ ഒരു യാത്ര പുറപ്പെട്ടാൽ എങ്ങനെയുണ്ടാവും? എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോവുക എന്നൊന്നും അറിയാതെ ആ യാത്ര ചെയ്യാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് ലൈഫിൽ ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യങ്ങളില്ലെങ്കിൽ ദെൻ നമുക്ക് വളരെ ലോസ്റ്റ് ആയ പോലെ, ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നും. സോ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വേണം, ലോങ് ടേം ഗോൾസും വേണം, അതേപോലെ ഷോർട്ട് ടേം ഗോൾസും വേണം. ലോങ് ടേം ഗോൾസ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം ഗോൾസ് നമ്മളെ ഡയറക്റ്റിംഗ്, വഴി കാണിച്ചു തരും. സോ മോട്ടിവേഷൻ വേണമെങ്കിൽ ദെൻ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് വേണം. മറ്റൊരു കാരണമാണ് തോൽക്കുമോ എന്നുള്ള ഭയം. ഇത് പലരെയും വല്ലാണ്ട് തളർത്തുന്നൊരു കാര്യമാണ്. ഈ പേടി കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവില്ല, പാഷന് പുറകെ പോവില്ല. ആക്ച്വലി തോൽക്കുന്നതിനേക്കാൾ ഭീകരമാണ് ഇങ്ങനെ തോൽക്കുമോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് എപ്പോഴും ഒരു മെൻ്റൽ ബാരിയർ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ക്രിയേറ്റീവ് ആവാനോ ഇന്നോവേറ്റീവ് ആവാനോ ഒന്നും കഴിയില്ല. എപ്പോഴും സെൽഫ് ഡൗട്ട് മാത്രമായിരിക്കും. ഇനി വേറൊരു കാരണമാണ് എക്സ്റ്റേണൽ പ്രഷർ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഭയങ്കര പ്രഷറാണ് അല്ലേ. സൊസൈറ്റിയിൽ നിന്നും പ്രഷർ, ഒപ്പം വർക്ക് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ പഠിക്കുന്നിടത്ത് പ്രഷർ, ഫാമിലി പ്രഷർ, റിലേഷൻഷിപ്പ് പ്രഷർ, അങ്ങനെ ഭയങ്കര പ്രഷറാണ്. നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരാവുകയാണ്. ഇഷ്ടമില്ലാത്ത കരിയർ ചൂസ് ചെയ്യേണ്ടി വരുന്നു, നമുക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ നമ്മളെ ഓവർവെൽംഡ് ആക്കും, നിരാശരാക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ഉണ്ടാവില്ല. സോ ഇങ്ങനെ ബേൺ ഔട്ട് ആവുക, ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ്, ഫിയർ ഓഫ് ഫെയിലിയർ, എക്സ്റ്റേണൽ പ്രഷർ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ലോസ്റ്റ് ആവാം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെയും റീസൺസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളാദ്യം മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഓക്കെ, സോ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിത് ഓവർകം ചെയ്ത് തിരിച്ച് നമ്മളുടെ ആ ഒരു ട്രാക്കിലേക്ക് തന്നെ കയറണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മാറ്റങ്ങളും മൈൻഡ് സെറ്റ് ഷിഫ്റ്റുകളും പ്രാക്ടിക്കൽ സ്റ്റെപ്സും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് സ്ട്രാറ്റജീസ് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനാദ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നതാണ്. ചെറിയ സ്റ്റെപ്സ് എടുക്കുക. നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്ത് വലിയ ടാസ്കുകൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെയാണ് മൈക്രോ ഹാബിറ്റ്സ് എന്ന കൺസെപ്റ്റ് വരുന്നത്. മൈക്രോ ഹാബിറ്റ്സ് എന്നാൽ ചെറിയ ശീലങ്ങൾ, ബട്ട് ചെയ്ത് അത് വലിയ ചേഞ്ചസ് കൊണ്ടുവരും.
പല തുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണെങ്കിൽ ഡെയിലി ഒരു 5 മിനിറ്റ് നേരം ചെയ്തു തുടങ്ങാം. സിമ്പിൾ. ബുക്ക് വായിക്കണമെങ്കിൽ ഡെയിലി 1 പേജ് വായിച്ചു തുടങ്ങുക. ഇങ്ങനെ ചെറിയ സ്റ്റെപ്സ് എടുത്തെടുത്ത് അത് പിന്നെ ബിഗ്ഗറായിട്ട് മാറും, വലുതായിട്ട് മാറും, വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും. ആൻഡ് അത് നിങ്ങളുടെ മോട്ടിവേഷനും കൂട്ടി വരും. അതേപോലെ എന്ത് വേണം, അച്ചീവ് ചെയ്യുന്നത് ചെറിയ ഗോൾസ് ആണെങ്കിലും ശരി, അത് സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ ട്രാക്ക് ചെയ്യുക. ഒരു ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ദെൻ ആദ്യം നിങ്ങൾ അറിയണം എന്തിന് ഞാനിത് നേടണം എന്നുള്ളത്. വൈ ഷുഡ് ഐ അച്ചീവ് ദിസ്? അങ്ങനെ ഒരു സെൻസ് ഓഫ് പേർപ്പസ് നമുക്ക് വേണം. നിങ്ങൾ ഈ കോട്ട് കേട്ടിട്ടില്ലേ, വെൻ യു ഫീൽ ലൈക്ക് ക്വിറ്റിംഗ് റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ്. സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വൈ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങളുടെ വൈ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് മോട്ടിവേഷനും ഉണ്ടാവും അത് ചെയ്യാനായിട്ട്. ആൻഡ് എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. സോ ശരിക്കൊന്ന് ചിന്തിക്കും, സമയമെടുത്ത് ആലോചിച്ചോളൂ. നിങ്ങളുടെ ലൈഫിൽ ശരിക്കും മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് വൈ. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എന്തുകൊണ്ടത് നേടിയെടുക്കണം? തിങ്ക്, റിഫ്ലക്റ്റ്. ആൻഡ് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനെ നിങ്ങളുടെ ആക്ഷൻസ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അതായത് എല്ലാ ദിവസവും അല്ലെങ്കിൽ റെഗുലർ പീരിയഡിൽ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റിവിറ്റിയെ വളരെയധികം വാല്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദെൻ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ദിവസേനയുള്ള ശീലങ്ങളിൽ ഉൾപ്പെടുത്തുക. സിമ്പിൾ. അങ്ങനെ നിങ്ങൾ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള ആക്ഷൻസ് ഡെയിലി ലൈഫിൽ കൊണ്ടുവരാം. ആൻഡ് മൂന്നാമത്തെ കാര്യം, മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് കെയർ പ്രാക്ടീസസ് ഡെയിലി റൂട്ടീനിൽ കൊണ്ടുവരിക എന്നതാണ്. മൈൻഡ് റിലാക്സ്ഡ് ആൻഡ് ഫോക്കസ്ഡ് ആവണം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്താ, പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യുക, പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫുള്ളി എൻഗേജ്ഡ് ആവുക, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ്, മൈൻഡ്ഫുൾ വാക്കിംഗ്, ഇതൊക്കെ ട്രൈ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കും ആൻഡ് മെൻ്റൽ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നമ്മളുടെ മൈൻഡ് എപ്പോഴും കാമായിരിക്കണം ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കണം. അതേപോലെ സെൽഫ് കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കെയർ ചെയ്യണം. അപ്പോഴേ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമുക്ക് റീചാർജ് ആയിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് ഹാപ്പിനെസ്, ജോയ്, റിലാക്സേഷനും നിങ്ങളെ കാമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവരാം. അതിപ്പോൾ നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതാകാം, ഒരു ഹോബി ആയിരിക്കാം, ഓർ സിംപ്ലി ഒരു ബ്രേക്ക് എടുക്കുന്നതാകാം, വാട്ട് എവർ. സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ഒന്നല്ല, മറിച്ച് അതൊരു നെസസിറ്റിയാണ്. ഓക്കെ, എല്ലാവരും നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഓർ യു വിൽ ബ്രേക്ക്. ഓക്കെ, സോ ഗൈസ് പ്ലീസ് ഈ വീഡിയോ ചുമ്മാ കണ്ടുവിടരുത്. ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലൈഫിൽ ഏത് ഏരിയാസിലാണ് ഈ മോട്ടിവേഷൻ ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കുക. ദെൻ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. ആൻഡ് അതിലേക്ക് എത്താനായിട്ട് ഡെയിലി ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. പ്രോഗ്രസ് സെലിബ്രേറ്റ് ചെയ്യാം. അതിപ്പോൾ എത്ര ചെറുതാണെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് അത് നിങ്ങളുടെ പോസിറ്റീവ് ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യും. നിങ്ങളെ മോട്ടിവേറ്റ് ആക്കാനായിട്ട്, നിങ്ങളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങളുടെ കോർ വാല്യൂസ് ആൻഡ് പാഷനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അതുമായിട്ട് അലൈൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ചെറിയ ശീലങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരിക. ആൻഡ് അതേപോലെ മറ്റുള്ളവരുടെ സഹായം, അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കമ്മ്യൂണിറ്റി, അങ്ങനെ അവരുടെ ഹെൽപ്പും വേണമെങ്കിൽ തേടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ലയെന്ന് പറഞ്ഞിരിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.